എല്ലാവർക്കും ജോസ് മോസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു സാധനത്തിന്റെ പേര് കേട്ടാൽ നിങ്ങൾ പറയും, ഓ ഇതൊക്കെ എങ്ങനെയാ പറ്റണെന്ന്. പക്ഷെ അത് പറ്റും. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. നമുക്ക് ഇന്ത്യയിലൊന്നും ഇത് അങ്ങനെ ഇതൊരു കോമ്പിനേഷനായി ചെയ്യാറില്ല. പക്ഷെ നമ്മള് ചൈന, ഹോങ്കോങ് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ ഈ രണ്ടും കൂടി മിക്സ് ചെയ്യും. നിങ്ങൾ ആലോചിക്കുന്നത് ഇത് എന്തൊട്ടോ മിക്സ് ചെയ്യാൻ പോണെന്ന്. വേറെ ഒന്നുമില്ലണേ, നമ്മുടെ കോഴിയോ ചിക്കൻ. അപ്പൊ ചിക്കനും പിന്നെ പോന്നിട്ടൊന്ന് ചിക്കനും നമ്മുടെ പാവയ്ക്കും അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ് ഞാൻ. അപ്പൊ കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നുമ്പോ ഇത് എന്തോന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറ ഇതെങ്ങനെയുണ്ടെന്ന്. നിങ്ങള് ശരിക്കും ഇഷ്ടപ്പെടും അതിന്റെ ഫ്ലേവേഴ്സ്. അപ്പൊ നോക്കല്ലേ വീഡിയോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തോന്ന് ചെയ്യാൻ? സബ്സ്ക്രൈബ് ചെയ്യാൻ. എന്തൊന്ന് ജോസ് മോസസ് കിച്ചൺ. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്താലോ? നമുക്ക് ചിക്കൻ ഒരു ബോളിലേക്ക് ഇടാം കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. നമുക്ക് ചൊറുക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, മല്ലി, മഞ്ഞൾ, ഉപ്പ്, മാരിനേറ്റ് ചെയ്യും കേട്ടോ ആ മീറ്റിനെ. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം കേട്ടോ.
നമുക്ക് സബോള സ്ലൈസ് ചെയ്യാം. നമുക്ക് നമ്മുടെ തക്കാളി സ്ലൈസ് എടുക്കാം കേട്ടോ. നമുക്ക് ഇഞ്ചീനെ ഇങ്ങനെ നേരിയതായിട്ട് എടുക്കാം കേട്ടോ. വെളുത്തുള്ളി സ്ലൈസ് ചെയ്യാം കേട്ടോ. ഇപ്പം മിളക് കേട്ടാക്കിട്ടോ. നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത ചിക്കനെ ഒന്ന് ചുമ്മാ ഒന്ന് അങ്ങനെ മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കാം. അപ്പൊ ഇതൊന്ന് തവ ഫ്രൈ ചെയ്യുമ്പോഴേ പാൻ ഫ്രൈ ചെയ്യുമ്പോ അതിന്റെ ജ്യൂസൊക്കെ ചുമ്മാ അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് സീൽ ചെയ്തോളും. അപ്പൊ ഇതൊരു 1.5 ലെവലോ. നമുക്ക് നല്ല ഇരുമ്പിന്റെ പാത്രം വയ്ക്കാം കേട്ടോ. ചെറുതീല് കേട്ടോ. ചെറുതായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ വെച്ച ആ ഇരുമ്പിന്റെ ചട്ടി ഉണ്ടല്ലോ നന്നായിട്ട് ചൂടാക്കി ചിക്കനെ അങ്ങോട്ട് പാൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പകുതി കുക്ക് കേട്ടോ. നമ്മൾ ഇങ്ങനെ പാൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന്റെ ഗുണം എന്ന് പറയട്ടെ, അത് നമ്മൾ സീൽ ചെയ്യാണത്. സീൽ ചെയ്യുമ്പോൾ അതിന്റെ ജ്യൂസ്, ആ ജ്യൂസിനെസ് ഉണ്ടല്ലോ ചിക്കൻ്റെ, അതിന്റെ ഉള്ളിൽ നിലനിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സീൽ ചെയ്യണം. രണ്ട് സൈഡും ഒന്ന് സീർ ചെയ്ത് ആ പാൻ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ചിക്കനെ അങ്ങനെ മറിച്ചിടാം കേട്ടോ. നമുക്ക് നന്നായിട്ട് രണ്ട് സൈഡും സീറായിട്ട് കേട്ടോ. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് ആ സെയിം പാൻ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ തുറക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് പട്ട, ഗ്രാമ്പു, തക്കോല, ജാതിപത്രി, ഏലക്കായ, കുരുമുളക്, ജീരകം, പെരുംജീരകം, ചുവപ്പമുളക് നമുക്ക് ക്രഷ് ചെയ്തിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊന്ന് നോക്കാം കേട്ടോ. നമ്മുടെ മൊത്തമായിട്ടുള്ള സ്പൈസസ് ഉണ്ടല്ലോ അത് ഓൾമോസ്റ്റ് കുക്കായിട്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല സ്മെല്ലും വരുന്നുണ്ട് പുറത്തേക്ക്. നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മിളക്, വേപ്പല, അത് നമുക്ക് നന്നായിട്ടൊന്ന് കളക്കാട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും ആ സ്പൈസസിൻ്റെ ഒക്കെ. നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്യാം. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. നന്നായിട്ടൊന്ന് വഴക്കി എടുക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ സബോള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ വഴറ്റണം കേട്ടോ. അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. വെറുതെ ചൂട് കൂട്ടിയിട്ട് വെറുതെ കരിയിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിന് ടേസ്റ്റ് കിട്ടില്ല. സ്ലോ ആയിട്ട് കുറച്ച് സമയം കിട്ടും. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ പുറത്ത് വരുന്നത്. നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മുളക് പൊടി ചേർക്കാട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കാട്ടോ. മിക്സ് നമുക്ക് ആ സ്പൈസസ് കുക്കാവട്ടെ കേട്ടോ. നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് വീണ്ടും പഴയ പണി തന്നെ വീണ്ടും നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. ഓക്കെ, ആ സ്ലോയിൽ കുക്ക് ചെയ്യുമ്പോൾ തക്കാളിയൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ട് പോകും. അപ്പോഴാണ് ആ ഗ്രേവിക്ക് ടേസ്റ്റും ആ തിക്നെസ്സും എല്ലാം വരണം. ഓക്കെ, ഇത് നന്നായിട്ട് കുക്കായി കേട്ടോ. ആ ഗ്രേവിയൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്.
കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ചിക്കൻ പാൻ ഫ്രൈ ചെയ്തില്ലേ അത് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിനി ചൂട് വളരെ നേരിയതാക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ റോസ്റ്റ് കിട്ടുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ലൊക്കെ കിട്ടുവാണ് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ അത് ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ കൈപ്പറ്റ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. നാളേരം ചേർത്തെടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ കൈപ്പക്ക കുക്ക് ചെയ്യാനായിട്ട് എപ്പോഴത്തെ ഒരു പാൻ വെക്കാം കേട്ടോ. ഒരു മീഡിയം ചൂട്ടിൽ കേട്ടോ. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കടുക് പൊട്ടട്ടെ കേട്ടോ. നമുക്ക് നമ്മുടെ കഴുത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് ഫുള്ളായിട്ട് കുക്കാവുണ്ട കേട്ടോ. ഒരു 75% കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം നിർത്താം കേട്ടോ. ഓക്കെ, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് 90% കുക്കായി. നമുക്കിനി ഇതിലേക്ക് പാവയ്ക്ക ചേർക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഞാൻ പാവയ്ക്കും ചിക്കനും വീട് ഇതൊക്കെ നിങ്ങളുടെ നിന്ന് മാറും. ഇത് തിരിഞ്ഞട്ടെ, അപ്പൊ നിങ്ങൾ മാറും. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചിക്കനും പാവയ്ക്കും അല്ലെങ്കിൽ കൈപ്പയ്ക്ക റെഡി ആയിട്ടോ. റെഡി ആവല്ല, രണ്ടും രണ്ടായിട്ടിരിക്കണേ. ഇനിയാണ് അതിന്റെ മെയിൻ ട്വിസ്റ്റ്, രണ്ടും കൂടി ഒന്നിപ്പിക്കുന്ന ഒരു പരിപാടി. അപ്പൊ നമുക്ക് ചെയ്താലോ അത്. നമുക്ക് പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. അത് രണ്ടും നമുക്കതൊരു 5 മിനിറ്റോടെ കുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ കുക്ക് ചെയ്ത് കേട്ടോ. ഓർ കുക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ ടേസ്റ്റ് അല്ല, വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിലേക്ക് പോകും. അപ്പം ജസ്റ്റ് ആ പെർഫെക്ഷനിൽ വേണം നമ്മൾ ചിക്കനും ആ കൈപ്പയ്ക്കും കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പം അത് 5 മിനിറ്റ് ആയി. അപ്പം നമുക്ക് ആദ്യം തന്നെ അത് കവർ ചെയ്യാം. ആ തീ ഓഫ് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ് നമുക്കൊരു 20 മിനിറ്റ് അതങ്ങനെ കവർ ചെയ്ത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ആ ചിക്കൻ്റെ ജ്യൂസും പിന്നെ നമ്മുടെ പാവയ്ക്കാടിയും എല്ലാം ഒന്നങ്ങോട്ട് ചേരട്ടെ. അപ്പോഴാണല്ലോ അവൻ്റെ ഉഷേര് അങ്ങോട്ട് പുറത്തു വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പിടുത്തം പിടിക്കാം. ആ ചിക്കനും പാവയ്ക്കയും കൂടെയുള്ള കോമ്പിനേഷൻ്റെ കൂടെ ഞാനൊരു പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് പിടിച്ചു നോക്കാം. പൊറോട്ട നല്ല ഫ്ലേക്കിയാണ് കേട്ടോ. ഇതിന്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പാവയ്ക്കാമ പിടിക്കാം. പാവയ്ക്കും അതിന്റെ ഗ്രേവി ഇട്ട് പിടിക്കാം. എങ്ങനെ ഉണ്ട് നോക്കാം. ഒന്നും പറയാനില്ല, ഒന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത് കഴിച്ചു നോക്കണോ നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയുള്ളൂ, അതിന്റെ ആ ഡിഫറൻസ്. പിന്നെ ചിക്കനും കൂടി ഇത് വിയേർഡ് കോമ്പിനേഷൻ ഒന്നും അല്ല കേട്ടോ. ഇതൊരു കിഡ് കോമ്പിനേഷൻ ആണ്. ഇതൊന്ന് തയ്യാറാക്കി വെക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ആ രുചി കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ രുചി മനസ്സിലായപ്പോ എങ്ങനെ തിന്നേണ്ടത് നിങ്ങൾ ആസ്വദിച്ച് പിന്നെ അപ്പൊ ആസ്വദിച്ച് തിന്നമ്മ എന്താ നിങ്ങൾ മറന്നുപോയി ചെയ്യാനായിട്ട് ഒരു കാര്യം, എനിക്കൊരു കുഞ്ഞ് സപ്പോർട്ട്. അതിനു വേണ്ടിയിട്ട് ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. അപ്പൊ ഉടനെ വീണ്ടും പുതിയ റെസിപ്പി വരും. ഓക്കെ, ബൈ.